ഇറാൻ സുപ്രീം ലീഡർ ഖമേനെയുടെ മരണം ലോകത്തെ ഞെട്ടിച്ച സംഭവം. രാവിലെ 8 മണി. തെഹ്റാൻ നഗരം അസാധാരണമായി ശാന്തമായിരുന്നു. പെട്ടെന്ന് ഒരു ഭീകര ശബ്ദം. ബൂം! നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു വലിയ കെട്ടിടം പൊട്ടിത്തെറിച്ചു. പൊടിയും തീയും ആകാശത്തിലേക്ക് ഉയർന്നു. സൈനിക സൈറൺ ശബ്ദങ്ങൾ മുഴങ്ങി. ആളുകൾ ഭയന്ന് എല്ലായിടത്തേക്കും ഓടിത്തുടങ്ങി. 5 മിനിറ്റിനകം ലോകമെമ്പാടും ഒരു വാർത്ത പടർന്നു. ഇറാന്റെ സുപ്രീം ലീഡർ ആയത്തൊല്ല അലി ഖമേനെയി കൊല്ലപ്പെട്ടു. പക്ഷേ ഇതൊരു സാധാരണ മരണമല്ല. ഇത് മിഡിൽ ഈസ്റ്റിന്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റാൻ സാധ്യതയുള്ള ഒരു സംഭവമായിരിക്കാം. 36 വർഷം ഇറാനെ നിയന്ത്രിച്ച മനുഷ്യൻ, ലോകത്തിലെ ഏറ്റവും ശക്തമായ മത രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ, എങ്ങനെ ഒരു ദിവസം ഒരു സൈനിക ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു? ആക്രമണം ആരാണ് നടത്തിയതും ഈ സംഭവം ഒരു വലിയ യുദ്ധത്തിന് തുടക്കമാണോ? ഈ കഥ മനസ്സിലാക്കാൻ നമ്മൾ പല വർഷങ്ങൾ പിന്നോട്ട് പോകണം. ഇറാനിലെ മഷദ് നഗരം. ഒരു സാധാരണ മത കുടുംബത്തിൽ ജനിച്ചു അലി ഹുസൈനി ഖമേനി. അവന്റെ അച്ഛൻ ഒരു ഷിയ മത പണ്ഡിതനായിരുന്നു. കുടുംബം ധനികമല്ലായിരുന്നു. പക്ഷേ വീട്ടിൽ മതപഠനത്തിനും ഇസ്ലാമിക തത്വചിന്തകൾക്കും വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ഖമേനെയുടെ ബാല്യം മുഴുവൻ മതപഠനത്തിലൂടെയാണ് കടന്നുപോയത്. പിന്നീട് അദ്ദേഹം മതപഠനം കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ മതപഠന കേന്ദ്രങ്ങളിലേക്ക് പോയി. അതേസമയം ഇറാനിൽ വലിയ രാഷ്ട്രീയ അസന്തോഷം ഉയർന്നുകൊണ്ടിരുന്നു. അന്ന് രാജ്യം ഭരിച്ചത് ഷാ മുഹമ്മദ് റസാ പഹ്ലവി. പലർക്കും ആ ഭരണകൂടത്തോട് അസന്തോഷമുണ്ടായിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളോടുള്ള അടുത്ത ബന്ധവും രാജ്യത്തിനുള്ളിലെ രാഷ്ട്രീയ നിയന്ത്രണങ്ങളും ജനങ്ങളിൽ പ്രതിഷേധമുണ്ടാക്കി. ഈ പ്രതിഷേധങ്ങളിൽ യുവാവായ ഖമേനെയും പങ്കെടുത്തു. അതുകൊണ്ട് തന്നെ അവനെ പലതവണ അറസ്റ്റ് ചെയ്തു, ജയിലിൽ അടച്ചു, ചോദ്യം ചെയ്തു, പീഡിപ്പിച്ചു. പക്ഷേ അവൻ പിന്മാറിയില്ല. ഒരു ദിവസം ഇറാനിൽ വലിയ മാറ്റം സംഭവിക്കും എന്നവൻ വിശ്വസിച്ചു. അവൻ ശരിയായിരുന്നു. ഇറാൻ വിപ്ലവം. ആയത്തുല്ല ഖൊമേനിയുടെ നേതൃത്വത്തിൽ ഇറാനിൽ വലിയ ജനകീയ പ്രക്ഷോഭം നടന്നു. അവസാനം ഷാ ഭരണകൂടം തകർന്നു. ഇറാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി മാറി. ഈ വിപ്ലവത്തിന് ശേഷം പുതിയ രാഷ്ട്രീയ സംവിധാനത്തിൽ ഖമേനെയി പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായി. 1981 അവൻ ഇറാന്റെ പ്രസിഡന്റായി. പക്ഷേ അതിലും വലിയൊരു സംഭവം 1989 സംഭവിച്ചു. ഇറാൻ വിപ്ലവത്തിന്റെ നേതാവായ അയത്തൊല്ല ഖൊമേനി മരിച്ചു. പുതിയ സുപ്രീം ലീഡറെ തെരഞ്ഞെടുക്കേണ്ടി വന്നു. അപ്പോൾ ലോകത്തെ അതിശയിപ്പിച്ച തീരുമാനമെടുത്തു. അലി ഖമേനെയി ഇറാന്റെ പുതിയ സുപ്രീം ലീഡറായി. ഇതൊരു സാധാരണ രാഷ്ട്രീയ പദവിയല്ല. സുപ്രീം ലീഡർ ഇറാനിലെ ഏറ്റവും ശക്തമായ വ്യക്തിയാണ്. സൈന്യം, ന്യായവ്യവസ്ഥ, സുരക്ഷാ ഏജൻസികൾ, മതസ്ഥാപനങ്ങൾ എല്ലാം അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ്. അങ്ങനെ അടുത്ത 36 വർഷം അലി ഖമേനെയി ഇറാന്റെ ഏറ്റവും ശക്തനായ നേതാവായി. ഈ കാലയളവിൽ ഇറാനും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പലപ്പോഴും സംഘർഷപൂർണമായിരുന്നു. പ്രധാന കാരണം ഇറാന്റെ ആണവ പദ്ധതി. അമേരിക്കയും ഇസ്രായേലും ഇറാൻ ആണവായുധം വികസിപ്പിക്കുമെന്ന് ഭയപ്പെട്ടു. അതുകൊണ്ട് പല വർഷങ്ങളായി രഹസ്യ ഓപ്പറേഷനുകളും സൈബർ ആക്രമണങ്ങളും നടന്നു. ഇറാനിലെ ചില ശാസ്ത്രജ്ഞർ രഹസ്യമായി കൊല്ലപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായി. എന്നാൽ ലോകം ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഉടൻ സംഭവിക്കാനിരിക്കുകയായിരുന്നു. 2026 ഫെബ്രുവരി 28 രാവിലെ ടെഹ്റാനിലെ ഒരു സുരക്ഷിത കെട്ടിടത്തിൽ ഒരു പ്രധാന യോഗം നടക്കുകയായിരുന്നു. പെട്ടെന്ന് ആകാശത്ത് നിന്ന് മിസൈലുകളെത്തി. വലിയ പൊട്ടിത്തെറി. കെട്ടിടം പൂർണ്ണമായി തകർന്നു. പൊടിയും തീയും എല്ലായിടത്തും. അവിടെ ഉണ്ടായിരുന്ന പലർക്കും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ആക്രമണത്തിന്റെ ലക്ഷ്യം ഒരാൾ മാത്രം, അലി ഖമേനെയി. അല്പസമയം കഴിഞ്ഞ് വാർത്ത ലോകമെമ്പാടും പടർന്നു. ഇറാന്റെ സുപ്രീം ലീഡർ മരിച്ചു. മാർച്ച് 1 ഇറാന്റെ സ്റ്റേറ്റ് മീഡിയ ഔദ്യോഗികമായി അത് സ്ഥിരീകരിച്ചു. 86 വയസ്സായിരുന്നു. 1989 മുതൽ 2026 വരെ അവൻ ഇറാന്റെ സുപ്രീം ലീഡർ ആയിരുന്നു. രാജ്യം മുഴുവൻ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ അനുസ്മരിച്ചു. പക്ഷേ ഈ സംഭവത്തിന്റെ ആഘാതം ഇറാനിൽ മാത്രം ഒതുങ്ങിയില്ല. മിഡിൽ ഈസ്റ്റിൽ സംഘർഷം വർദ്ധിച്ചു. പല രാജ്യങ്ങൾ കടുത്ത പ്രതികരണം അറിയിച്ചു. ചില സ്ഥലങ്ങളിൽ ആക്രമണങ്ങളും നടന്നു. ഇപ്പോൾ ലോകം ചോദിക്കുന്ന വലിയ ചോദ്യം, ഇറാന്റെ അടുത്ത സുപ്രീം ലീഡർ ആരാകും? മറ്റൊരു വലിയ ചോദ്യം, ഈ സംഭവം ഒരു വലിയ യുദ്ധത്തിന് തുടക്കമാണോ? ചരിത്രം നമ്മെ ഒരു കാര്യം പഠിപ്പിക്കുന്നു. ഒരു നേതാവിന്റെ മരണം പലപ്പോഴും ഒരു രാജ്യത്തിന്റെ ഭാവി മാത്രം മാറ്റുന്നില്ല. ചിലപ്പോൾ അത് ലോകത്തിന്റെ ഭാവിയും മാറ്റും.